കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. ഈ അച്ഛനുണ്ടല്ലോ അമ്മേ, ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ കള്ളനാ. ഞാനും അച്ഛനും കൂടെ സംസാരിക്കുന്നത് കണ്ടുകൊണ്ട് ചേട്ടൻ വന്നപ്പോഴേ അവിടെ നിന്ന് അച്ഛൻ തടി തപ്പുന്നത് അമ്മ ഒന്ന് കാണേണ്ടതായിരുന്നു. മോൾ അവിടെ പോയി ചാടിയ കാര്യം ഞാൻ അറിഞ്ഞു. നിനക്ക് തിരുവനന്തപുരത്ത് ജോലി കിട്ടിയപ്പോ എന്റെ മോന്റെ ഷോറൂമിലാണെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ലല്ലോ. മോളുടെ അച്ഛന്റെ ഭാഗത്ത് തന്നെ തെറ്റ്. കുട്ടികൾ വളർന്ന ശേഷം അവരുടെ ഒരു ഫോട്ടോ പോലും നമ്മളെ കാണിച്ചിട്ടില്ല. അതിനെന്നെ ഒരുപാട് കുറ്റപ്പെടുത്തി മോടെ അമ്മ. അമ്മ പറയുന്നതാണോ അച്ഛ കുറ്റം? ഇതുപോലുള്ള അബദ്ധങ്ങൾ സംഭവിക്കാതിരിക്കാനാ എല്ലാവരുടെ ഫോട്ടോ എങ്കിലും ഒന്ന് ഞങ്ങളെ കാണിക്കണമെന്ന് പറഞ്ഞത്. രാഗിണി ചേച്ചി ഇങ്ങോട്ട് വരൂന്ന് പറഞ്ഞപ്പോ മുതല് എന്റെ നെഞ്ചിടിപ്പ് കൂടിയതാ. മുന്നറിയിപ്പില്ലാതെ അവരെങ്ങാനും കേറി വരുമോ? ആർക്കറിയാം. എന്തായാലും വിളിച്ചിട്ടേ വരൂ. അഡ്രസ്സൊക്കെ ചോദിച്ചെങ്കിലും ഇവിടേക്ക് വരാനുള്ള വഴിയൊന്നും അറിയില്ലല്ലോ. ലൈസൻസ് ഇല്ലാത്ത നാക്കാ. ആ നാക്ക് വഴിയൊക്കെ കണ്ടുപിടിച്ചോളൂ. ആരോടെങ്കിലും ഒക്കെ ചോദിച്ചും പറഞ്ഞുമൊക്കെ അവളിഞ്ഞെത്തിക്കോളൂ. അച്ഛൻ ചുമ്മാ അമ്മയെ പേടിപ്പിക്കാതെ. അവിടെ പോയിട്ട് കുറച്ചു ദിവസമല്ലേ ആയുള്ളൂ. അതിനിടയ്ക്ക് എന്തെല്ലാമോ സംഭവിച്ചു. ഞാൻ ദീപേച്ചോട് പറഞ്ഞിട്ടുണ്ട് എന്നെ സംശയിക്കരുതെന്ന്. പക്ഷെ അത് പൂർണ്ണമായിട്ട് വിശ്വസിച്ചിട്ടുണ്ടോന്നറിയില്ല. ഞാൻ ദീപമോളോട് പറഞ്ഞല്ലോ മോള് ചതിക്കില്ലെന്ന്. അങ്ങനെയൊക്കെ പറഞ്ഞാലും ജയനും മോളും ആങ്ങളെയും പെങ്ങളും ആണെന്ന് അറിയാത്തിടത്തോളം കാലം ദീപയ്ക്ക് സംശയം ഉണ്ടാവും. അതിപ്പോ ദീപയെന്നല്ല, ഏത് പെൺകുട്ടിക്കായാലും അതങ്ങനെ വരൂ. അതുകൊണ്ടേ ഞാൻ ജയേട്ടന്റെ പെങ്ങളാണെന്ന് ദീപേച്ചോട് പറയട്ടെ അച്ഛാ. എന്റെ മോളുടെ മുമ്പ് വെച്ച് എന്നെ നാണം കെടുത്തിയാലുണ്ടല്ലോ കൊന്നുകളയും ഞാൻ. ആ എന്നാ പിന്നെ അമ്മയും മോളോട് ഒന്നിച്ചിവിടെ കിടക്ക്. ഞാൻ ആ ഹാളിനെങ്ങാനും പോയി കാറ്റും കൊണ്ട് കിടന്നോളാം. ഇന്ന് ഹാളിലോട്ടൊന്നും പോണ്ട അച്ഛാ, ഇവിടെ കിടന്നാ മതി. രണ്ടാളും എന്നെ കെട്ടിപ്പിടിച്ച് കിടന്നാ മതി. എന്തുവാടി ഇത്? അത് രാവിലെ 5 മണിക്ക് ഇറങ്ങാമെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ സമയം എത്രയായെന്നാ വിചാരം? 5:30 ആയിട്ടുള്ളൂ അമ്മേ. അവിടെ പോകുന്നതിന് എന്തിനാ ഇത്ര ഒരുങ്ങുന്നേ? എവിടേക്ക് പോകുന്നെങ്കിലും എനിക്ക് നല്ല ഒരുക്കം വേണം. അവിടെ ചെല്ലുമ്പോ അവളുടെ അമ്മ മാത്രല്ല, ചിലപ്പോ അവളുടെ ബന്ധുക്കളും ഒക്കെ കാണില്ലേ. അതുപോലെ തന്നെ അയൽക്കാരൊക്കെ വന്ന് നോക്കുമ്പോ നാത്തൂന് ഗ്ലാമർ കുറഞ്ഞു പോയിന്നവര് പറയരുതല്ലോ. അവളെക്കാളും ഒരുപാട് ഗ്ലാമർ ഉണ്ട് നിനക്ക്. അതുകൊണ്ട് നീ ഒരുങ്ങിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ആ അതിന് ഏട്ടൻ എഴുന്നേറ്റായിരുന്നോ? ഞാൻ രാവിലെ എഴുന്നേപ്പിച്ച് ചായയൊക്കെ കൊടുത്തായിരുന്നു. അമ്മേ, ഏട്ടനെ ഒറ്റയ്ക്കാക്കിട്ട് പോകുന്നത് നല്ലതാണോ അമ്മേ? ഹരിതയോടെ ഇല്ല. എനിക്ക് അവനൊരു ഉറപ്പ് തന്നിട്ടുണ്ട്. അത് മാറിയാലേ കാലെ വാരി പിടിച്ച് ഞാൻ നിലത്തടിക്കുമെന്ന് അവനറിയാം. എല്ലാം കണ്ണു അടച്ചങ്ങ് വിശ്വസിക്കണ്ട. ചേട്ടൻ പറയുന്ന കാര്യങ്ങൾ പ്രത്യേകിച്ചു. ഹരിത എന്തായാലും അവളുടെ ലൈഫിനെ കുറിച്ച് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. എന്നാലേ ഏട്ടൻ സൂത്രശാലിയാ, അത് ഓർത്തോണം. എന്റെ മോളെ, ഏതായാലും ഇനി അവന് ദീപയെന്ന് പറയുന്നവളുമായിട്ട് ഒന്നിച്ച് ജീവിക്കാൻ പറ്റില്ല എന്നറിയാം. അതുകൊണ്ട് അവനായിട്ട് കൂടുതൽ ശ്വാസം മുട്ടിക്കണ്ട. അല്ലെങ്കിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പോവാൻ കഴിയാതെ അവൻ കിടന്ന് നട്ടം തിരിയുവാ. നമുക്ക് രാവിലെ പോയിട്ട് പെട്ടെന്ന് തിരിച്ചെത്താം. പുറപ്പെടുവാണോ? ആ അതെ. എങ്ങോട്ടാ പോകുന്നെന്ന് പറഞ്ഞല്ലോ ഇതുവരെ. ഞങ്ങൾ ഇന്ന് കൊട്ടാരക്കര തിരുവല്ല റൂട്ടില് പോവാ. ബന്ധുക്കളെയൊക്കെ വിളിക്കാൻ. എല്ലാവരെയും ഒന്നിച്ചങ്ങ് വിളിക്കുക. അല്ലെങ്കിൽ തന്നെ ഇന്നത്തെ കാലത്ത് നേരിട്ടുള്ള വിളിയൊക്കെ കുറവാ. ഫോണിലൂടെയും കത്ത് മുഖാന്തരവുമാ എല്ലാവരുമായിട്ട് ബന്ധപ്പെടുന്നത്. പിന്നെ നിന്റെ മാമന്മാരെ ഒന്നും ഒഴിവാക്കാൻ പറ്റില്ലല്ലോ. കാർത്തിയായിട്ടുള്ള കല്യാണം നടന്നേ തീരുമെന്ന വാശിയിലാണല്ലേ രണ്ടുപേരും. അക്കാര്യത്തിൽ ഇനി തർക്കമൊന്നും വേണ്ട. കാർത്തിയായിട്ടുള്ള എന്റെ കല്യാണവും ഹരിതയായിട്ടുള്ള ചേട്ടന്റെ കല്യാണവും ഉടനെ നടക്കും. അതെ, ഇനി കാർത്തി അവന്റെ അച്ഛനെ ഇത്തിരി കൊള്ളരുതാത്തവരാണെങ്കിലും ശരി, എവളുമായിട്ടുള്ള കല്യാണം നടന്നു കഴിയുമ്പോ അങ്ങ് നേരെ ആയിക്കോളും. അല്ലെങ്കിലേ അവരെ നേരെയാക്കാൻ എനിക്കറിയാം. അമ്മ കരുതുന്ന പോലെ ആൾക്കാരല്ല കാർത്തി അവന്റെ അച്ഛനും ഒന്നും. ആയിക്കോട്ടെ, ഇന്നത്തെ കാലത്ത് ആണുങ്ങൾ വഴി തെറ്റാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. മിക്ക ചെറുപ്പക്കാരും പ്രശ്നക്കാരാ. പിന്നെ കല്യാണമൊക്കെ കഴിഞ്ഞ് കുഞ്ഞുങ്ങളാവുമ്പോഴാ നേരെ ആവുന്നേ. ഏതായാലും കോടികൾ ആസ്തിയുള്ളവനാണല്ലോ ഈ കാർത്തി. ഒറ്റ മോനുവാ.
പിന്നെ അത് മാത്രം നമ്മൾ നോക്കിയാ മതി. എന്റെ കല്യാണത്തിനെ കുറിച്ച് ഏട്ടൻ ചിന്തിക്കേണ്ട. ഏട്ടന്റെ കല്യാണത്തിനെ കുറിച്ച് മാത്രം ചിന്തിച്ചാ മതി. ഇവളെന്നോട് പറയുമായിരുന്നു, ഞങ്ങള് രണ്ടാളും അങ്ങോട്ട് ഇറങ്ങി കഴിയുമ്പോ നീ കള്ളത്തരം കാണിക്കുമെന്ന്. കള്ളത്തരം കാണിച്ചിട്ട് എന്താ അമ്മേ കാര്യം? എപ്പോഴായാലും അത് പിടിക്കപ്പെടും. പിന്നെ എന്ത് സംഭവിക്കുന്ന എനിക്കറിയാം. അതുകൊണ്ട് ഒരു യുദ്ധത്തിനുള്ളത് ഞാൻ പറഞ്ഞില്ലേ. അങ്ങനെ തന്നെയാ വേണ്ടത്. പിന്നെ രാവിലെ കഴിക്കാനുള്ള ഭക്ഷണമൊക്കെ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഉച്ചയ്ക്കുള്ള കറികളും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ചോറ് ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ട്, അത് ചൂടാക്കി കഴിച്ചോണം. ശരി. എന്നാ പിന്നെ ചേട്ടന് വീട്ടിലോട്ട് പോയിക്കൂടായിരുന്നോ? അവിടെ ഹേമ ചേച്ചിയും പ്രേമേട്ടനൊക്കെ ഉണ്ടായിരുന്നല്ലോ. ഞാൻ ചെന്ന് കഴിഞ്ഞാൽ പുറത്തുനിന്ന് ഫുഡ് കഴിക്കാന്ന് രണ്ടുപേരും പറയും. അവരൊന്നും ഉണ്ടാക്കത്തില്ല. അത് ശരിയാ. എല്ലാവരും ജീവിക്കാൻ പഠിക്കട്ടെ മോനെ. എന്നാ പിന്നെ പോയിട്ട് വരട്ടെ ഏട്ടാ. ശരി. അടങ്ങി ഒതുങ്ങി ഇവിടെ ഇരുന്നോളണം. ശരി അമ്മേ. മാമോളെ. അല്ലെങ്കിൽ വേണ്ട. ഇനിയിപ്പോ കുളിക്കാനും സമയമില്ല. എത്രയും പെട്ടെന്ന് എന്റെ പെണ്ണിന്റെ അടുത്ത് പോകണം. ഇനിയിപ്പോ ചാരുവിന്റെ കല്യാണം കഴിയുന്നത് വരെ അമ്മയ്ക്കും മോക്കും തിരക്കോട് തിരക്കായിരിക്കും. ആ സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടം പോലെ കാണാം. എത്രയെന്ന് വെച്ച ഇങ്ങനെ കറങ്ങുന്നേ? എന്നാ ഇതിനൊരു അവസാനം ഉണ്ടാവുക? ഇങ്ങനെ ചിന്തിക്കുന്ന ദീപേ കുഴപ്പം. ഇന്ന് സന്തോഷിക്കാൻ അവസരം കിട്ടുമ്പോ അത് പരമാവധി അങ്ങ് മുതലാക്കണം. നാളത്തെ കാര്യം നാളെ. അല്ലാതെ നാളെ ഇത് സംഭവിക്കും അത് സംഭവിക്കും എന്ന് പറഞ്ഞ് ജീവിതം തൊലയ്ക്കല്ല വേണ്ടത്. ആ ദേ നിന്റെ ലാലേട്ടൻ വന്നല്ലോ. അതിരാവിലെ തന്നെ പോകേണ്ടവര് പോയതുകൊണ്ട് രണ്ടാൾക്ക് ഉച്ചവരെ ഒന്നിച്ച് കറങ്ങാമല്ലോ. അതുകൊണ്ടല്ലേ ഞാൻ പെട്ടെന്ന് ഒരുങ്ങിയിറങ്ങാൻ പറഞ്ഞത്. ഞാനാണെങ്കിൽ കുളിച്ചിട്ട് പോലും ഇല്ല. കുളിച്ചില്ലേ? കുളിക്കാനൊന്നും നിന്നില്ല. അവരിറങ്ങിയതും ഞാനും ഇറങ്ങി വേഷം മാറിയിട്ട്. അത്രയ്ക്ക് നിനക്കിപ്പോ സമയം ചെലവഴിക്കാൻ ആഗ്രഹമുണ്ട് ലാലേട്ടന്. ഇവളുടെ കാര്യം അങ്ങനെ തന്നെയാ. ഇന്നലെ ലാലേട്ടൻ വിളിച്ചതിന് ശേഷം ഒന്ന് ഉറങ്ങിയിട്ട് പോലും ഇല്ല. അതെന്താണ് ഉറങ്ങാത്തെ? ഇപ്പൊ കുറച്ചുകൂടെ കാര്യങ്ങൾ അനുകൂലമായില്ലേ? എങ്കിലും ഒരു മനസമാധാനം ഇല്ലല്ലോ അല്ലേട്ടാ. ഇവളെ പോലെയുള്ള പെൺകുട്ടികൾക്ക് ഒരിക്കലും മനസമാധാനം കിട്ടാൻ പോകുന്നില്ല. അത് തല്ലിക്കെടുത്താൻ ചെറിയ ചെറിയ കാരണങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. എന്തായാലും ഞാൻ ആദ്യമേ കണ്ട് ഇഷ്ടപ്പെട്ട പെൺകുട്ടിയല്ലേ ഇപ്പൊ മുന്നിൽ നിൽക്കുന്നത്. അനുഭവങ്ങൾ കൊണ്ട് കുറച്ചുകൂടി ആൾക്ക് മനക്കെട്ടിയൊക്കെ വന്നിട്ടുണ്ട്. എത്ര മനക്കെട്ടിയുണ്ടെന്ന് പറഞ്ഞാലും ലാലേട്ടന്റെ അമ്മയെക്കുറിച്ച് ഓർക്കുമ്പോ ഞാൻ തളർന്നു പോകും. എല്ലാവരുടെ കാര്യം അങ്ങനെയൊക്കെ തന്നെയാ. ഇപ്പൊ പോയിരിക്ക കല്യാണം വിളിക്കാൻ. കല്യാണ പയ്യൻ ഈ നാട്ടിലെ ഏറ്റവും വലിയ ക്രിമിനലാണെന്ന് ഓർക്കുമ്പോ എനിക്ക് വലിയ വിഷമമുണ്ട്. അല്ല, ചോദിക്കുന്നുണ്ടെന്നും തോന്നരുത് ലാലേട്ടാ. സ്വന്തം പെങ്ങന്മാർക്ക് നല്ലൊരു ബന്ധം കിട്ടണമെന്ന എല്ലാ ആങ്ങളുമാരുടെയും ആഗ്രഹം. എന്നാ അങ്ങനെ നല്ലൊരു പയ്യനെ കിട്ടിയ അയാൾക്കൊപ്പം ചാരു ഒത്തുപോകുമോ? ഏതെങ്കിലും കുടുംബത്തിൽ വഴക്കുണ്ടാക്കാതെ സന്തോഷത്തോടെ ജീവിക്കാൻ ആ കൊച്ചിന് പറ്റുമോ? ആ അത് ശരിയാ. അവളുടെ സ്വഭാവത്തിന് പറ്റിയ പയ്യൻ തന്നെയാണ് കാർത്തി. അവനവളെ കെട്ടുന്നത് അവനവളോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല, മറിച്ച് ഞങ്ങളോടുള്ള വൈരാഗ്യം കൊണ്ടാ. എന്ന് വെച്ചാ എന്റെ അമ്മയ്ക്കും പെങ്ങൾക്കും ഒപ്പം ഇയാളെ ഇല്ലാതാക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുത്തം കൂടി കടന്നു വരുന്നു. ഈ വിവാഹം കൊണ്ട് അതാണ് മെച്ചം. ആ ഏതായാലും താമ്പ ചെല്ല്, ചെന്നടിച്ചു പൊളിച്ചിട്ടൊക്കെ വാ. രചന വരുന്നോ? അയ്യോ, ഞാനും ചോദിച്ചു. ഇനിയിപ്പൊ അങ്ങനെ ചോദിച്ചാലും ഇന്ന് ഞാൻ നിങ്ങളുടെ ഇടയിലേക്ക് കടന്നു വരുന്നത് ശരിയല്ല. ഇത് നിങ്ങൾക്ക് വേണ്ടി മാത്രം ദൈവം തന്ന നിമിഷങ്ങളാ. അവിടെ നിങ്ങൾ മാത്രം മതി. ഇടയ്ക്ക് ആള് വേണ്ട. ചെല്ല്. വാ. ഒറ്റ ദിവസവും ഞാൻ ഇവിടെ ഉള്ളൂ. അന്നത്തെ ദിവസം എനിക്കൊപ്പം നിൽക്കാതെ വെറുതെ മാർക്കറ്റിൽ പോയി ചുറ്റിത്തിരിയോ അച്ഛൻ, ആവശ്യമില്ലാത്തതൊക്കെ വാങ്ങിച്ചോണ്ട് വരാൻ.
നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടല്ലേ മോളെ ജീവിച്ച്. ഗംഗേട്ടന് പെൻഷൻ കിട്ടുമ്പോ അത് മൊത്തത്തിൽ രാഗിണി ചേച്ചി വാങ്ങിക്കല്ലായിരുന്നോ? പിന്നെ എന്റെ ആങ്ങളമാരുടെ സഹായത്തോടെയല്ലേ നമ്മൾ ജീവിച്ചേ. ഇപ്പൊ പിന്നെ മോൾക്കൊരു ജോലിയായി. ഗംഗേട്ടന്റെ പെൻഷൻ ആർക്കും കൊടുക്കുകയും വേണ്ട. അതുകൊണ്ട് ഇനി പിശുക്കൊന്നും കാണിക്കണ്ടെന്നാ മോളുടെ അച്ഛൻ പറഞ്ഞിരിക്കുന്നത്. അച്ഛനായിരിക്കും. മോളെ ഇന്ന് വാതിൽ തുറക്ക്. ആ ഞങ്ങളെ കണ്ട് ഞെട്ടിപ്പോയല്ലേ? ഒരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് കരുതിയാ പറയാതെ വന്നത്. നേരം പരപരാന്ന് വിളിക്കുന്നതിന് മുമ്പേ പുറപ്പെട്ടതാ. ജയനോട് പോലും പറഞ്ഞിട്ടില്ല ഇങ്ങോട്ട് വരുന്ന കാര്യം. നിന്റെ അമ്മയില്ലേടി ഇവിടെ? ആ, ഉണ്ട് അമ്മേ. ജയേട്ടന്റെ അമ്മയോ അനീത്തിയോ? എന്താ പറഞ്ഞത്? ജയേട്ടനോ? ഇന്നലെ വരെ ജയൻ സാറായിരുന്നല്ലോ, ഇപ്പോഴതങ്ങ് ജയേട്ടനായോ? അവര് കല്യാണം കഴിക്കാൻ പോവല്ലേ അമ്മേ, പിന്നെ ചേട്ടനെന്ന് വിളിച്ചോട്ടെ. കല്യാണം കഴിച്ചിട്ട് അങ്ങനെ വിളിച്ചാ മതി. അതിനു മുമ്പ് സാറ് സാറും ജോലിക്കാരി ജോലിക്കാരിയുമാണ്. നിനക്ക് പറയുന്നൊക്കെ മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലായി. അതെ, അകത്തേക്ക് വരൂ. നീ കുറച്ച് ചെറുപ്പമാണല്ലോടി, പിന്നെന്താ രണ്ടാമത് കെട്ടാഞ്ഞ്? എനിക്കെന്റെ മോളെ മറന്നിട്ട് വേറെ കല്യാണം കഴിക്കണമെന്ന് തോന്നിയില്ല. കേട്ടല്ലോ പറഞ്ഞത്. ഭർത്താവിന് എന്തെങ്കിലും സംഭവിച്ചാലും അങ്ങനെ വേണം കുടുംബത്തിൽ പിറന്ന സ്ത്രീകള്. അയ്യോ, എനിക്കൊരുത്തനുണ്ടായിരുന്നു ഭർത്താവായിട്ട്. പട്ടാളത്തിൽ നിന്ന് പിരിഞ്ഞു പോന്ന ഗംഗാധരൻ. അയാളെ ഞാൻ അങ്ങ് അടിച്ചിറക്കി കളഞ്ഞു. അങ്ങനെ ഒരു ആണായിട്ട് കാണാൻ പറ്റുന്ന കൂട്ടത്തിലൊന്നും അല്ലായിരുന്നു. എന്നുവെച്ച് ഞാൻ രണ്ടാമത് കിട്ടിയോ? മക്കളൊക്കെ ജനിച്ചു കഴിഞ്ഞാലേ അവർക്ക് വേണ്ടെങ്കിൽ ജീവിക്കണം പെണ്ണുങ്ങള്. എന്റെ മക്കൾക്ക് ഞാൻ അങ്ങനെയാ പറഞ്ഞു കൊടുത്തിട്ടുള്ളത്, അല്ലേ മോളെ? ഒരു മുന്നറിയിപ്പില്ലാതെ വരുമെന്ന് കരുതിയില്ല. ആ, എന്നാ പിന്നെ ഒരാളെ ആദ്യം കുറുപ്പടി കൊടുത്ത് ഇങ്ങോട്ട് പറഞ്ഞു വിടാം. അതിനുശേഷം പിന്നെ ഞങ്ങൾ വരാം. ഞങ്ങള് പ്രത്യേകിച്ചൊന്നും ഒരുക്കിയിട്ടില്ല, അതുകൊണ്ട് അമ്മ ഇങ്ങനെ പറഞ്ഞത്. മുന്നറിയിപ്പില്ലാതെ വരുമ്പോ ഞങ്ങൾക്ക് എന്ത് തരും? അതൊക്കെ അറിഞ്ഞിട്ട് വേണം നിങ്ങളുടെ ഇല്ലായ്മയും വല്ലായ്മയും ഒക്കെ മനസ്സിലാക്കാൻ. അല്ല, ഈ വീട് കാണുമ്പോ തന്നെ അറിയാം എന്റെ ജയന്റെ സമ്പത്തിനും മാന്യതയ്ക്കും അനുസരിച്ച് ഒന്നും കിട്ടത്തില്ലെന്ന്. പിന്നെ അവന്റെ രണ്ടാം കെട്ടാണെന്നുള്ളൊരു പോരായ്മയുണ്ട്. അതുകൊണ്ടാ അവന്റെ ഷോറൂമിൽ തന്നെ ജോലി ചെയ്യുന്ന ഇവള് അവന്റെ രണ്ടാം ഭാര്യ ആയിക്കോട്ടെ എന്ന് ഞാൻ അങ്ങ് കരുതിയത്. അല്ല, നീ അമ്മച്ചിയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നോ? അത് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ. നിന്റെ മോൾക്ക് ഇതുപോലെ നല്ലൊരു ബന്ധം കിട്ടത്തില്ല. കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാലേ അവന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലുമൊക്കെ സഹായം നിങ്ങൾക്ക് ഉണ്ടാവും. അമ്മ പറയാനുള്ളതങ്ങ് വെട്ടി തുറന്നു പറയും. എന്ന് വെച്ച് അമ്മയൊരു ദുഷ്ടയാന്നൊന്നും കരുതരുത്. അങ്ങനെ കരുതിയാലൊന്നും കുഴപ്പമില്ല. എന്തായാലും ജയനെ ഇവൾക്ക് അറിയാമല്ലോ. ഇത്രയും ദിവസം അവന്റെ അടുത്തിരുന്ന് ഇവള് ജോലി ചെയ്തതല്ലേ? അല്ല, അമ്മയും ചാരും കൂടി ഇങ്ങോട്ട് പോന്നു. പോരാത്തതിന് ഞാനും ഇവിടെയാണ്. അങ്ങനെയുള്ളപ്പോ ജയലാൽ സാറിനെ ശ്രദ്ധിക്കാൻ ആളില്ലല്ലോ അമ്മേ. നീ ഒരു മാതിരി മനുഷ്യരെ ചുണ്ടി പിടിപ്പിക്കരുത് കേട്ടോ. നീ അല്ലയോ പറഞ്ഞത് നിന്നെ ഇപ്പൊ ജയനെ ഇഷ്ടമാണെന്ന്? അങ്ങനെ നിന്നെ ഇഷ്ടപ്പെടുന്ന ജയൻ പിന്നെ മറ്റവളുടെ പിന്നാലെ പോവോ? ഇല്ല, പോവില്ല. എന്നാലും ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ജേട്ടൻ പറഞ്ഞു കഴിഞ്ഞു ഹരിതയെ കല്യാണം കഴിക്കാൻ താല്പര്യമാണെന്ന്. അപ്പൊ പിന്നെ എന്തായാലും ആ ദീപെ കാണണമെന്നും ചേട്ടൻ മെനക്കെടില്ല. അതും ശരിയാ. നിന്റെ സർട്ടിഫിക്കറ്റ് ഒന്നും വേണ്ട എന്റെ മോന്റെ സ്വഭാവം അളക്കാൻ കേട്ടോ. അല്ല, ഞാൻ പറഞ്ഞേ ഉള്ളൂ. ചേച്ചി മോള് ഒരുക്കി, ഞാൻ ചായ എടുക്കാം.
എങ്ങനെയെങ്കിലും അച്ഛനെ വിളിച്ച് വിവരം പറയണം. ഫ്രണ്ട് ഡോർ തുറന്നു കിടക്കാം. അച്ഛൻ ഇപ്പൊ ഇങ്ങോട്ട് വന്നാൽ എല്ലാം തീരും. മോൾ അവിടെ പോയിരിക്കേ, ഞാൻ വിളിച്ചോളാം. മോള് ചെല്ല്. അമ്മയും മോളും തനിച്ചല്ലേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അതിന്റെ പത്രാസൊക്കെ കാണും. നമ്മള് കൂടുതലൊന്നും പ്രതീക്ഷിക്കണ്ട. നീ എന്തിനാ അകത്തോട്ട് ഓടിപ്പോയത്? അല്ല, അമ്മയോട് എന്തെങ്കിലും കാര്യമായിട്ട് ഉണ്ടാക്കണമെന്ന് പറയാൻ പോയതാ. അതിന്റെ ആവശ്യം എന്താ? ഇവിടെ ഉണ്ടാക്കുന്നതൊക്കെ മതിയെന്ന് ഞാൻ പറഞ്ഞല്ലോ. പിന്നെ നിർബന്ധമാണെങ്കിൽ മുട്ട ഉണ്ടാവുമല്ലോ. 2 മുട്ട അടിച്ച ഓംലെറ്റായി അല്ലേ മോളെ? എനിക്ക് രാവിലെ ആണേലും വൈകിട്ടായാലും ഓംപ്ലേറ്റ് കിട്ടിയാൽ ഞാൻ കഴിക്കും. പിന്നെ ഒരു കാര്യം പ്രത്യേകം പറയാം. ഞങ്ങൾ ആഹാരം കഴിക്കാനല്ല വന്നത്. നിന്റെ അമ്മയുമായിട്ടൊന്ന് സംസാരിക്കാനും ഈ ചുറ്റുപാടൊക്കെ ഒന്ന് കാണാനുമാ. പിന്നെ കഴിക്കുന്നത് എന്തായാലും വൃത്തിയോടും വെടിപ്പോടും കൂടി എനിക്ക് വേണം. വന്നപ്പോ മുതൽ അമ്മയ്ക്കും മോക്കും നല്ല പതർച്ചയുണ്ടല്ലോ. അത് ഞാൻ പറഞ്ഞല്ലോ, ഇത്ര പെട്ടെന്ന് ചാരു മേഡം അമ്മയും വരുമെന്ന് കരുതിയില്ല. ഞങ്ങളുടെ രീതി ഇതാ. കഴിഞ്ഞ ദിവസം നിന്റെ വീട്ടിലോട്ട് ഞാൻ വന്നല്ലോ. അതാരോടെങ്കിലും ചോദിച്ചിട്ടാണോ? പെട്ടെന്നല്ലേ വന്നത്. അങ്ങനെ ആയിരിക്കും എന്റെ വരവും പോക്കും. പിന്നെ ഇന്നലെ വന്നപ്പോഴും ഈ പതർച്ച ഉണ്ടായിരുന്നു. ഇല്ല, അതും അപ്രതീക്ഷിതമായിട്ട് വന്നതുകൊണ്ടാ. ഈ വരവ് മാത്രമല്ല, കല്യാണം കഴിഞ്ഞ മറ്റു പലതും അപ്രതീക്ഷിതമായിട്ടായിരിക്കും സംഭവിക്കുന്നത്. എനിക്ക് ഇഷ്ടപ്പെടാത്തത് കണ്ട നീ ചിന്തിക്കാത്ത കാര്യങ്ങൾ സംഭവിച്ചെന്നിരിക്കും. അനുസരണയില്ലാത്ത മരുമക്കളെ ഞാൻ വെച്ച് പൊറിപ്പിക്കാറില്ല. അത് ദീപ എന്ന് പറയുന്നവള് നിനക്ക് മനസ്സിലാക്കി തന്നു കാണുമല്ലോ. കുറച്ചു ദിവസം നീ അവിടെ ഉണ്ടായിരുന്നല്ലോ. എല്ലാം പറഞ്ഞിട്ടുണ്ട്. ഏതായാലും ഞാൻ അടുക്കളയൊന്ന് കാണട്ടെ. മോളിവിടെ ഇരിക്കെ. വീട് കണ്ടിട്ട് കേറാൻ കൊള്ളാവുന്ന അടുക്കളയാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. ഒന്നും തോന്നണ്ട കേട്ടോ, അമ്മ അങ്ങനെയാ. ഇനിയിപ്പത് മാറ്റാനൊന്നും പറ്റില്ല. അറിയാം. ശ്ശേ. ആ സുകന്യേ. ഹലോ. അതെ, പിന്നെ ആ പറ. ഹലോ. ഹലോ. ആരെയാ ഫോൺ വിളിച്ച? ആങ്ങളെ വിളിച്ചതാ. ഓ, ഞങ്ങള് വിരുന്നുകാരെ പോലെ വന്നതുകൊണ്ട് ഇനി കടയിൽ നിന്ന് എന്തെങ്കിലും വാങ്ങിച്ചോണ്ട് വരാനായിരിക്കും അല്ലേ? എനിക്ക് ഈ കടയപ്പം തിന്നുന്ന ഒന്നും ഇഷ്ടവേ അല്ല. അയ്യോ അല്ല, നിങ്ങള് വന്ന വിവരം പറയാൻ വേണ്ടിട്ട് ഞാൻ വിളിച്ചതാ. എന്തിനാ ഈ ആളെ കൂട്ടുന്നേ? വീടും ഹരിതയുടെ അമ്മയൊക്കെ ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു. പിന്നെ അടുക്കളയിൽ കയറി വന്നത് എന്തിനാന്ന് വെച്ചാ ഒന്നിച്ചിരുന്ന് എന്തെങ്കിലും കഴിച്ചിട്ടും കുടിച്ചിട്ടും ഒക്കെ പോവാന്ന് കരുതി. ഇനി അതിന്റെ കൂടെ ആങ്ങളെയും ആങ്ങളയുടെ ഭാര്യയും അവരുടെ മക്കളെയൊക്കെ വിളിച്ചു കൂട്ടണ്ട. ഏയ് ഇല്ല, ഇനി വിളിക്കൂല. വിളിക്കുന്നല്ലോ. ഇനിയിപ്പോ എടുത്ത കാര്യം പറയും. അല്ല, അത് വേണ്ട. എടുക്ക്, ഫോൺ എടുക്ക്. ഹലോ. ഹലോ, എന്താ വിളിച്ചിട്ടെടുക്കാത്തേ? ശരിയേട്ടാ, ഞാൻ വിളിക്കാം. ഹലോ. ഹലോ. ഇതെന്ത് പറ്റിയതാ? എന്താ ഒന്നും പറയാതെ കട്ടാക്കിയത്? അത് ആങ്ങളെ അമ്പലത്തിലാ. ഇനി അമ്പലത്തിൽ തൊഴുതോണ്ടിരിക്കുന്ന ആളെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തണ്ട. ഇവിടെ അടുത്ത് തന്നെയാണോ ആങ്ങളയുടെ വീട്? ഒരു 4-5 കിലോമീറ്റർ അകലെയാ. എന്താ അയാളുടെ പേര്? ആങ്ങളയുടെ പേരറിയത്തില്ലയോ? സുകേഷ്. ആ, സുമേഷ് ആയാലും സുരേഷ് ആയാലും എന്റെ സംസാരം ഇങ്ങനെയായിരിക്കും. അതുകൊണ്ട് നേരത്തെ അവരോടൊക്കെ ഒന്ന് പറഞ്ഞേക്കണം, ഞാൻ വരുമ്പോ എനിക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിലൊന്നും എന്നോട് സംസാരിക്കരുതെന്ന്. എപ്പ തമ്മി കണ്ടാലും അങ്ങനെ ഒരു ബോധം ഉള്ളത് നല്ലതാ. പിന്നെ വേണ്ടാത്ത ചോദ്യങ്ങളൊന്നും ചോദിക്കത്തില്ലല്ലോ. ആ, രാവിലെ എന്താ ഉണ്ടാക്കിയത്? ദോശയാ.
ദോശയ്ക്ക് ചമ്മന്തിയാണോ സാമ്പാറാണോ? ചമ്മന്തിയ. എനിക്ക് സാമ്പാറില്ലാതെ ദോശയൊന്നും ഇറങ്ങത്തില്ല കേട്ടോ. ആ ഒരു കാര്യം ചെയ്, ഒരു ഡബിൾ ആയിക്കോട്ടെ. ഏ ഡബിൾ ഓംലെറ്റ് എടുക്കാൻ. ആ എനിക്കും വേണം, മോക്കും വേണം. മുട്ടയുണ്ടോ? ആ, ആ 4-5 ഫ്രിഡ്ജിലുണ്ടാവും. നന്നായി. ഇനിയിപ്പൊ കോഴിയെ കൊണ്ടുവന്ന് മുട്ട ഇടിച്ചിട്ട് പിന്നെ ഓംലെറ്റ് ഉണ്ടാക്കാന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ മലഞ്ഞു പോയനെ. രണ്ടുപേർക്കുള്ള ദോശ ഉണ്ടോ? ഞങ്ങൾ അമ്മയ്ക്കും മോക്കും ഉള്ള ഭക്ഷണം ഉണ്ടോന്നാ ചോദിച്ചേ. ആ മാവിരിപ്പുണ്ട്. ആ ഇനിയിപ്പൊ ഞങ്ങൾക്ക് രണ്ടുപേർക്കും തരാനുള്ളതേ ഉള്ളെങ്കിലും കുഴപ്പമൊന്നുമില്ല. വീട്ടിൽ ആരെങ്കിലും വന്നു കഴിഞ്ഞാ അവരെ സൽക്കരിച്ച് വിടുക വേണ്ടത്. അത് കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾക്ക് എന്ത് വേണേലും ഉണ്ടാക്കി കഴിക്കാമല്ലോ. കുഴപ്പമില്ല, മാവിരിപ്പുണ്ട്. അടുക്കള വൃത്തിയൊക്കെ ഉണ്ട്, പക്ഷെ സൗകര്യങ്ങളൊന്നുമില്ല. വളരെ പരിമിതമായ സൗകര്യങ്ങളിലാണ് ഞങ്ങൾ ജീവിക്കുന്നത്. ആണല്ലോ. ഇനിയിപ്പൊ എന്റെ മോന്റെ കൂടെ കൂടിയിട്ടേ ഇവള് അവനെ മുടിപ്പിക്കരുത്. ഇതുപോലെ പരിമിതമായ സൗകര്യങ്ങളിലൊക്കെ തന്നെ അവിടെയും ജീവിക്കണം.